പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ചാലിയപ്പുറം പാടശേഖരത്തിലാണ്. ചാലിയപ്പുറം പാടശേഖരത്തിൻ്റെ ഇറിഗേഷൻ കനാലിനടുത്താണ് ഞാനുള്ളത്. നോക്കൂ, ഇറിഗേഷൻ കനാലിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഒരു ഭാഗത്ത് ഒരാൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത വിധം ഇവിടെ കാട് മൂടിക്കിടക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതികൾ ആളുകളെ കൊണ്ട് പല സമയങ്ങളായി നന്നാക്കാറുണ്ടെങ്കിലും ഇത് സ്ഥിരം സംവിധാനം, ടൈൽസ് പോലെ എന്തെങ്കിലും സ്ഥിരം സംവിധാനം വേണമെന്ന്, അല്ലെങ്കിൽ മണ്ണെങ്കിലും അടിച്ചിട്ട് ഒരു സ്ഥിരം സംവിധാനമാക്കണമെന്ന് കാലങ്ങളായി ഇവിടുത്തെ കർഷകർ പറയുകയാണ്. ഇവിടെ എല്ലാവിധ കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്. കപ്പ കൃഷി, അതുപോലെ വാഴ, ഇപ്പോൾ കാണുന്നത് വെണ്ടക്ക കൃഷിയാണ്. അങ്ങനെ ഈ പാടശേഖരത്തിൽ നിരവധി കർഷകർ ജോലി ചെയ്യുന്ന ഒരു പാടശേഖരമാണ്. ചാലിയപ്പുറം മുട്ടുങ്ങൽ ഭാഗത്തു നിന്ന് എടവണ്ണപ്പാറയ്ക്കുള്ള നല്ലൊരു വഴിയും കൂടിയാണത്. ചാലിയപ്പുറം സ്കൂളിലേക്ക്, ഗവൺമെൻറ് സ്കൂളിലേക്കും അതുപോലെ മറ്റു സ്ഥാപനങ്ങളിലേക്കും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള വഴിയാണിത്. മാത്രമല്ല, പ്രഭാത സായാഹ്ന സവാരിക്ക് പറ്റുന്ന ഒരിടം കൂടിയാണിത്. പ്രകൃതി ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ടൈൽസ് അതുപോലെ അല്ലെങ്കിൽ സാധാ മണ്ണെങ്കിലും അടിച്ചാൽ, ഇത് വൃത്തിയാക്കിയാൽ ഇങ്ങനെ കാട് വരില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. തൊട്ടപ്പുറത്ത് അടുത്ത വാർഡിൽ കനാലിൻ്റെ ഇരുവശവും മണ്ണടിച്ച് ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ളവർ ഇതിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കാട് മൂടിക്കിടക്കുന്നത്. പ്രതിഷേധം ശക്തമാകുമ്പോൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് ഒന്ന് കാട് വൃത്തിയാക്കും. അത് 2 ആഴ്ചയോ 3 ആഴ്ചയോ വീണ്ടും വളരും. അതുകൊണ്ട് കർഷകർക്ക് ഇതിലൂടെ നടന്നു പോകാനോ ഇവിടെ നാട്ടുകാർക്ക് നടന്നു പോകാനോ സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെയുള്ള കർഷകർക്ക് ഇവിടുന്ന് തന്നെ വിപണി ഉണ്ടാക്കാനും പ്രഭാത സായാഹ്ന സവാരികൾക്ക് അനുസൃതമായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ വിപണി കണ്ടെത്താൻ സാധിക്കുമെന്ന് കർഷകർ പറയുന്നു. ഏതായാലും സത്വരമായ ഒരു നടപടി ഇതിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളുടെ ഈ പാടശേഖരത്തിന് കുറേ കാലം ഇത് നടക്കാൻ വയ്യാതെ കാട് കൂടി എടുക്കാം. പല ഏച്ചെന്നുകളിൽ പാമ്പുകളൊക്കെ ഉണ്ട്. ഇതിൽ ഈ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, നടക്കാൻ വയ്യാതെ. ഇന്നാളെ ഞാൻ ഇത് വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പം ഇപ്പോൾ അടുത്ത് വെട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെ കാട്ടുക, പക്ഷെ നടക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാളെ ഇതിൻ്റെ ഓഫീസിൽ പോയി പറഞ്ഞ ഇപ്പോൾ അടുത്ത് വെട്ടിയുള്ളൂ എന്നോട് പറഞ്ഞു. ഇനി എപ്പോഴാണ് വെട്ടത് എനിക്കറിയില്ല. അതാണ് ഇവിടുത്തെ എല്ലാവരും നടന്നു പോകണം. അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് കട്ട ബേക്കിയാൽ മണ്ണിട്ട് എന്താ ചെയ്യണം. ഞാൻ പക്ഷെ നടക്കാനുള്ള ഇതാവും, വഴിയാവും. ഇത് കാട് കൂടി അടക്കപ്പെടും.